പര്യായപദം എഴുതുക. മധുര പ്രതികാരം എന്തുവാ? അത് നമ്മുടെ സ്കൂളല്ലേ? ആ കഥ സാറ് ഞങ്ങൾ പറഞ്ഞുതരാം. 2 വർഷം മുമ്പാണ് കറണ്ട് ബിൽ കുടിശ്ശിക ആയതിനെ തുടർന്ന് ഫ്യൂസ് ഊരാൻ KSEBിയിലെ അങ്കിൾമാർ ഞങ്ങളുടെ സ്കൂളിൽ എത്തിയത്. അന്ന് ഞങ്ങളുടെ ടീച്ചർമാരും PTA സാറുമാരും ഒക്കെ ഫ്യൂസ് ഊരരുതെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അവർ തിരികെ പോയി. സ്കൂളിലെ കോവിഡൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയത്ത് ഏകദേശം ഒരു 16,000 രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് വന്നു. അന്ന് ആ ഫണ്ട് കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആ പൈസ സ്വരൂപിക്കുന്നതിനുള്ള ഒരു താമസമൊക്കെ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അധികാരികൾ അവരുടെ ജോലിയുടെ ഭാഗമായി തന്നെ സ്വാഭാവികമായും കറണ്ട് അടച്ചില്ല, ബില്ല് അടച്ചില്ല എങ്കിൽ ഫ്യൂസ് വരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്നേരം അധ്യാപകരും PTA എല്ലാം ഇടപെട്ടു. ഫ്യൂസ് വരരുത്, അടുത്ത ദിവസം തന്നെ കറണ്ട് ബില്ല് അടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോയി. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ആ 16,000 രൂപ അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം ചേർന്ന് PTA കൂടെ ചേർന്ന് കണ്ടെത്തി ബില്ല് നമ്മൾ അടച്ചു. ആ സംഭവത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂൾ ഒരു തീരുമാനമെടുത്തു. ഇനി KSEBിയുടെ കറണ്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സ്കൂളിന് വേണ്ട കറണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കും. ജില്ലാ പഞ്ചായത്തിലെ വൈശാഖ് ചേട്ടൻ ഇടപെട്ട് 10 ലക്ഷം രൂപ ഞങ്ങളുടെ സ്കൂളിന് നൽകി. സ്കൂളിൽ സോളാർ പാനൽ വച്ചു. ഏകദേശം ഇപ്പോൾ 1.5 വർഷം പൂർത്തീകരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആ പ്രൊജക്റ്റ് പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഡിവിഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെൻറ് സ്കൂളിന് ഇങ്ങനൊരു പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത് ഏകദേശം 40 യൂണിറ്റ് വൈദ്യുതി ഒരു പ്രതിദിനം നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. ഈ സ്കൂളിന് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 to 10 യൂണിറ്റ്സിന് മേളിൽ ഇവിടെ ആവശ്യം വരികയില്ല. ബാക്കി വൈദ്യുതി നമ്മൾ KSEBിയുടെ ഗ്രിഡ് സംവിധാനത്തിൽ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ മിച്ചം വരുന്ന കറണ്ട് അന്ന് ഫ്യൂസ് ഊരാൻ വന്ന KSEBക്കാർക്ക് വിൽക്കുകയാണ്. ഇനി നിങ്ങൾ പറ, ഇതല്ലേ ശരിക്കും മധുര പ്രതികാരം? മാതൃഭൂമി ന്യൂസിലെ ഷിനോ ചേട്ടനും ക്യാമറാമാൻ ജോബിൻ ചേട്ടനുമൊപ്പം സന, 4A, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറിച്ചി.